മോർണിംഗ്, നിങ്ങളുടെ ഈ സ്വന്തം മിഥുലാമ സാര. അങ്ങനെ നമ്മുടെ കെമിസ്ട്രിയുടെ ഊഴം എത്തിയിരിക്കുകയാണ് അല്ലെ. കെമിസ്ട്രി മാത്രമല്ല, ഒരേ ദിവസം 2 പരീക്ഷകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രാവിലെ കെമിസ്ട്രി, ഉച്ച കഴിഞ്ഞ ഫിസിക്സ്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മിസ്സിന് ഉറപ്പാണ്. ഇത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ 40-40 എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളൂ അല്ലെ. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നമ്മുടെ കെമിസ്ട്രിയിലെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ ബ്രേസ് യുവർ സെൽസ്, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണാൻ പറയണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ സമീകൃത സമവാക്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്ടന്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാകണം. അഭികാരകങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്നങ്ങളുടെ ആകെ എണ്ണവും തുല്യമായാൽ നമുക്കതിനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാൻ സാധിക്കും. ശരിയല്ലേ? അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ പരിശോധിച്ച് നോക്കിയാലോ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. നോക്കിക്കേ, ഇടതുവശത്ത് ഒരു സോഡിയം, വലതുവശത്തും ഒരു സോഡിയം. സോഡിയത്തിന്റെ എണ്ണം സെറ്റാണ് അല്ലെ. 2 സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണ്. ഇനി ക്ലോറിനിലേക്ക് വരാം. ഇടതുവശത്ത് Cl2 എന്ന് പറഞ്ഞാൽ 2 ക്ലോറിൻ ഉണ്ട്. വലതുവശത്തോ മക്കളെ Cl മാത്രമാണ്, ഒരേ ഒരു ക്ലോറിൻ മാത്രമാണുള്ളത്. ശരിയല്ലേ? അപ്പോ ലെഫ്റ്റ് സൈഡിലെ 2, റൈറ്റ് സൈഡിൽ 1, അത് പോസിബിൾ അല്ല. 2 സൈഡിലെ മാറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇടതുവശത്ത് 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ വലതുവശത്തും 2 ക്ലോറിൻ വരണം. അപ്പൊ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിനായി വലതുവശത്ത് ഞാൻ ഒരു 2 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നമുക്ക് ഇങ്ങനെ താഴെ കൊണ്ടുപോയി എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കോമ്പൗണ്ട് തന്നെ മാറിപ്പോവും. എപ്പോഴും ഇവിടെ ആയിരിക്കണം നമ്മൾ നമ്പേഴ്സ് എഴുതേണ്ടത്. ഇപ്പൊ 2 സൈഡിലെയും ക്ലോറിന്റെ എണ്ണം തുല്യമായി അല്ലെ. 2 ക്ലോറിൻ 2 ക്ലോറിൻ. അപ്പൊ ഇനി നമുക്ക് ഒന്നും കൂടെ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണെന്ന് നോക്കാം. ഒരു സോഡിയം, ഇവിടെയോ 2 സോഡിയം. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സോഡിയത്തിന്റെ എണ്ണം മാറി. ആദ്യം 1 ആയിരുന്നു, പിന്നീട് 2 ആയിട്ട് മാറി. അപ്പൊ ഇടതുവശത്ത് 1 വലതുവശത്ത് 2 അത് പറ്റുമോ മക്കളെ? അത് പറ്റില്ല അല്ലെ. ഇടതുവശത്ത് ഒരു സോഡിയം, വലതുവശത്ത് 2 സോഡിയം, അങ്ങനെ പറ്റില്ല. വലതുവശത്ത് 2 സോഡിയം ഉണ്ടെങ്കിൽ ഇടതുവശത്തും 2 സോഡിയം വരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിച്ചു നോക്കിക്കോ. 2 സോഡിയം 2 സോഡിയം, 2 ക്ലോറിൻ 2 ക്ലോറിൻ. 2 സൈഡിലേക്ക് മാറ്റങ്ങളുടെ എണ്ണം തുല്യമായി. നമ്മുടെ ഇക്വേഷൻ ഇവിടെ ബാലൻസ്ഡ് ആയി. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് എടുത്ത് എഴുതി കൊടുക്കാം അല്ലെ. 2Na plus Cl2 gives 2NaCl. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി മാർക്ക് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആറ്റം. ഓരോ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ അടയാളപ്പെടുത്തുക. അപ്പൊ ആദ്യം എന്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ഇവിടെ സോഡിയം ക്ലോറിനും ഒറ്റയ്ക്ക് നിൽക്കാണ്. അവർ കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കാൻ പോകുന്നതേ ഉള്ളൂ, ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിനെ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്റ്റേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെന്ററി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ്, മൂലകാവസ്ഥ എന്ന് പറയും. എലമെന്ററി സ്റ്റേറ്റിൽ നിൽക്കുന്ന ഏതൊരു ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മുടെ സോഡിയം ക്ലോറിന് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ 2 പേരുടെയും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ഇനി NaCl. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ സോഡിയം എന്ന് പറയുന്ന ആള് ഗ്രൂപ്പ് 1 എലമെന്റ് ആണ്. ഗ്രൂപ്പ് 1 എലമെന്റുകൾ, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +1 ആണ്. ഇനി അതുമല്ല എങ്കിൽ ജനറൽ ആയിട്ട് കുറച്ച് ആൾക്കാരെ മിസ് പഠിപ്പിച്ചു തരാം. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, പൊട്ടാസ്യം +1, മഗ്നീഷ്യം, കാൽഷ്യം ഇവരൊക്കെ എപ്പോഴും +2 ആയിരിക്കും. അയണും മോസ്റ്റ്ലി മെജോറിറ്റി +2 ആയിരിക്കും. ഇനി അതേപോലെ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ ഇങ്ങനെയുള്ളവരൊക്കെ -1 ആണ്. ഓക്സിജൻ -2 ആണ്. ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? സോഡിയം എപ്പോഴും +1 ആണ്. അപ്പൊ ക്ലോറിൻ എത്രയായിരിക്കും? ഒരു കോമ്പൗണ്ടിലെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ് അല്ലെ. ഒരു സംയുക്തത്തിലെ ആകെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 0 ആണ്. സോഡിയം ക്ലോറൈഡ് എടുത്താൽ അവിടെ സോഡിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട്. 2 പേരുടെയും കൂടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പൊ സോഡിയം +1 ആണെങ്കിൽ ക്ലോറിൻ എന്തായാലും
1 ആയിരിക്കും. അപ്പൊ ഇവിടെ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഐറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ? റൈറ്റ് ദ ഇക്വേഷൻ. ഏത് ആറ്റമാണ് ഓക്സീകരണത്തിന് വിധേയമാകുന്നത്? സമവാക്യം എഴുതുക. അപ്പോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തിരുന്നാലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുക അല്ലെ? 4 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ നോക്കിക്കോ, 2Na + Cl2 gives 2NaCl അല്ലെ മക്കളെ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എല്ലാവരുടെയും കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ് എന്താ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമുക്കതിനെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയാം. ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമുക്കതിനെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയാം. ഇവിടെ സോഡിയത്തിന് എന്ത് മാറ്റാൻ സംഭവിച്ചത്? എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ആദ്യം 0 ആയിരുന്നു. കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായി? +1 ആയിട്ട് മാറിയിരിക്കുന്നു അല്ലെ? ആദ്യം 0 ആയിരുന്നു, നിങ്ങൾ കാണുന്നില്ലേ? പിന്നീട് അത് +1 ആയിട്ട് മാറി. 0യെക്കാളും വലുതല്ലേ +1? അപ്പൊ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമുക്കതിനെ എന്ത് വിളിക്കാം? നമുക്കതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അപ്പൊ സോഡിയത്തിനാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത്. ഇനി ക്ലോറിൻ ആദ്യം 0 ആയിരുന്നു. കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എത്രയായിട്ട് മാറി മക്കളെ? -1 ആയിട്ട് മാറി അല്ലെ? ആദ്യം 0 ആയിരുന്നു, പിന്നീട് -1 ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 0 to -1 എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു, ക്ലോറിന്റെ ഓക്സീകരണ നമ്പർ ഇവിടെ കുറഞ്ഞു. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമുക്കതിനെ റിഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ ക്ലോറിൻ ആണ് ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവിടെ സോഡിയത്തിന് ഓക്സിഡേഷൻ, ക്ലോറിൻ റിഡക്ഷൻ. അപ്പൊ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ആർക്കാ മക്കളെ സംഭവിച്ചത്? അത് നമ്മുടെ സോഡിയത്തിനാണ്. ഇനി ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സോഡിയം ആരായിട്ടാ മാറിയത്? ആദ്യം സോഡിയം ഉണ്ടായിരുന്നു, അവൻ Na+ ആയിട്ട് മാറി അല്ലെ? റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ Na+1 ആയിട്ട് മാറി. അപ്പോ ഒരു ആറ്റത്തിന് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്, ഇലക്ട്രോണിനെ വാങ്ങുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ അത്രയും പോസിറ്റീവ് ചാർജ്, എത്ര ഇലക്ട്രോണിനെ വാങ്ങിയോ അത്രയും നെഗറ്റീവ് ചാർജ്. ഇവിടെ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഒരു പോസിറ്റീവ് ചാർജ് വരണമെങ്കിൽ അവൻ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടാവും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. അപ്പൊ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് Na+1 ആയിട്ട് മാറിയിരിക്കുന്നത് അല്ലെ? അപ്പൊ സോഡിയം നമുക്കറിയാം ആദ്യം Na ആയിരുന്നു, പിന്നീട് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ ആയിട്ട് മാറി. പ്ലസ് എന്ന് പറയാം അല്ലെങ്കിൽ +1 എന്ന് പറയാം, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ, ഓക്സീകരണ സമവാക്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? അപ്പോ ഈ ഇക്വേഷൻ എഴുതാൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് വരും. അപ്പൊ ഇതുപോലെ ഒരുപാട് ഇക്വേഷൻ എഴുതാനൊക്കെ ഇന്നത്തെ ലൈവ് നമ്മുടെ മെഗാ മാരത്തോൺ ആണ്. 7 മണിയുടെ ലൈവാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. കാരണം എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നാളത്തെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ മെഗാ മാരത്തോണിലായിരിക്കും. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 4 മാർക്കിന്റെ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഫൈൻഡ് എ കണ്ടെത്താനാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്ടൻസ് തന്നിട്ടുണ്ട് 44 ഗ്രാം. അഭികാരകങ്ങളുടെ ആകെ മാസം 44 ഗ്രാം ആണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നങ്ങളുടെ ആകെ മാസ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ് ആണ്. അപ്പൊ മാസ് ഓഫ് ദി റിയാക്ടൻസ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ദി പ്രോഡക്ട്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ മക്കളെ വേഗം തന്നെ ഉത്തരം പറയാം. ഒരു കെമിക്കൽ റിയാക്ഷനിൽ total mass of the reactants will be equal to total mass of the product. R will be equal to P. R എന്ന് പറഞ്ഞാൽ റിയാക്ട്, P എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്. അഭികാരകങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 44 ഗ്രാം റിയാക്ടൻസ് ഉണ്ട് അല്ലെ? 44 ഗ്രാം അഭികാരകം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
അവിടെ ടോട്ടൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും? 44 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടാകും. കാരണം റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ആകെ മാസ് തുല്യമായിരിക്കും അല്ലെ. അപ്പൊ 44 ഗ്രാം അഭികാരകം ഉണ്ടെങ്കിൽ അവിടെ 44 ഗ്രാം തന്നെ ഉൽപ്പന്നം ഉണ്ടാവും. സോ എ എന്ന് പറയുന്നത് ഇവിടെ 44 ഗ്രാം തന്നെ ആയിരിക്കും അല്ലെ. എയും 44 ഗ്രാം തന്നെയാണ്. ശരി, ഇനി അടുത്തത് എന്താ? ഏത് നിയമമാണ് കണ്ടെത്താൻ സഹായിച്ചത്? വിച്ച് ലോ ഹെൽപ്പ് യു ടു ഫൈൻഡ് ദിസ് റിലേഷൻഷിപ്പ്? ഏത് ലോ ആണ് മക്കളെ? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഇസ് കൺസേർവ്ഡ്. മാസ് സംരക്ഷിക്കപ്പെടുന്നു. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്റ്റ്. അഭികാരകങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തുല്യമാണ് എന്ന് പറഞ്ഞു തരുന്ന നിയമം ഏതാണ്? മറ്റാരുമല്ല, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മലയാളത്തിൽ നമ്മൾ എന്താ പറയാ മക്കളെ? മാസ് സംരക്ഷണ നിയമം എന്ന് പറയാം അല്ലെ. മാസ് സംരക്ഷണ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് ദ ലോ. നിയമം പ്രസ്താവിക്കുക. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ്. ഒരു രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തുല്യമായിരിക്കും. അൻഡോയിൻ ലവോയിസ് പറഞ്ഞു തന്നതാണ് അല്ലെ നമുക്ക് ഈ ഒരു ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ റിയാക്ടന്റിന്റെ മാസ് കണ്ടുപിടിക്കാനും സ്റ്റേറ്റ് ചെയ്യാനും ഏത് ലോ ആണ്, ചിലപ്പോൾ ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഓർത്തു വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ് ബൈ കമ്പൈനിങ് മഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ. മഗ്നീഷ്യം ക്ലോറിനും ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു. ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ്, മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നതിന്റെ ഇക്വേഷൻ ഇത് മൂന്നും നമ്മൾ കണ്ടെത്തണം. ഓക്സീകരണ സമവാക്യം, നിരോക്സീകരണ സമവാക്യം, പിന്നെ അയോണുകൾ ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് മാറുന്നത്, ഇതെല്ലാം കണ്ടെത്തണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. നമ്മുടെ മഗ്നീഷ്യം ക്ലോറിനുമായിട്ട് ചേർന്ന് MgCl2 അഥവാ മഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. അപ്പൊ രണ്ട് രീതിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇവരുടെയൊക്കെ അറ്റോമിക് നമ്പർ കാണാതെ പഠിക്കാം, അത് പോസിബിൾ ആണ്. അല്ല, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇവർക്ക് ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാം. മഗ്നീഷ്യം 0, ക്ലോറിൻ 0. എന്തുകൊണ്ടാ? അവര് ഫ്രീ സ്റ്റേറ്റിലാണ് ഗായ്സ് അല്ലെ, അവര് മൂലകാവസ്ഥയിലാണ്. ഇനി മഗ്നീഷ്യം എന്ന് പറയുന്നത് എപ്പോഴും എത്ര കാണിക്കുന്നു? മഗ്നീഷ്യം, ക്ലോറിൻ, കാൽഷ്യം ഒക്കെ എപ്പോഴും +2 ആണ് കാണിക്കുന്നത്. ക്ലോറിൻ എപ്പോഴും +1 ആണ് കാണിക്കുന്നത്. ഓർത്ത് വെക്കാം. ഇനി ആർക്കാ ഓക്സിഡേഷൻ നടന്നത്? മഗ്നീഷ്യം ആദ്യം 0 ആയിരുന്നു, +2 ആയിട്ട് മാറി അല്ലെ. മഗ്നീഷ്യം ആദ്യം 0 ആയിരുന്നു, പിന്നീട് +2 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി അല്ലെ. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അത് ഓക്സിഡേഷൻ ആണ്. അപ്പോ ഇവിടെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിച്ചത് നമ്മുടെ സ്വന്തം മഗ്നീഷ്യത്തിനാണ്. ഇനി എങ്ങനെ Mg2+ ആയത്? എങ്ങനെ 0 എന്ന് +2 ആയിട്ട് മാറിയത്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. സോ നമ്മുടെ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് Mg2+ ആയിട്ട് മാറുന്നത്. സെറ്റ് അല്ലേ? അടുത്തത് ക്ലോറിൻ. ക്ലോറിൻ ആദ്യം എത്രയാ? 0, പിന്നീട് -1 എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. വിച്ച് മീൻസ് ക്ലോറിൻ ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചു. ശരിയല്ലേ? ക്ലോറിൻ എങ്ങനെയാണ് മക്കളെ റിഡക്ഷൻ സംഭവിച്ചത്? -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു ഇലക്ട്രോണിനെ എക്സ്ട്രാ കിട്ടി. മിസ് പറഞ്ഞു തന്നിരുന്നു, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ്, വാങ്ങിയാൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ നമ്മുടെ ക്ലോറിൻ കൂട്ടൻ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങി Cl- ആയി. അങ്ങനെ ക്ലോറിന് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇനി നമ്മൾ അയോൺസ് തമ്മിൽ കൂടി ചേരുന്ന ഇക്വേഷൻ എഴുതാനായിട്ട് പോവുകയാണ്. പിടിച്ചോ. Mg+Cl2 gives MgCl2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്സിഡേഷൻ നമ്പർ കൂടെ എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇക്വേഷൻ ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ അത് മിസ്സാക്കരുത്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി ഇതിന്റെ കോണ്ടന്റ് ടോപ്പിക്കിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് പോരെ നമുക്ക് സെറ്റ് ആക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. A solution is prepared by dissolving 2 gram of a substance in 80 gram water. Calculate the mass percentage. എന്തായാലും ചോദിക്കും. മാസ് പെർസെന്റേജ് കണ്ടെത്താൻ എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചു. അപ്പൊ മാസ് പെർസെന്റേജ് കണ്ടെത്താനുള്ള
ഇക്വേഷൻ ആദ്യം എല്ലാവരും ഇപ്പൊ തന്നെ മിസ്സിനൊപ്പം പഠിക്കണം. പഠിച്ചാലോ? ഇപ്പൊ മാസ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ആണോ? അല്ല, മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെന്റേജ് കണ്ടെത്താനുള്ള സമവാക്യം എന്ന് പറയുന്നത്. ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എയും ബി, എ എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ. അപ്പൊ 2 ഗ്രാം എ 18 ഗ്രാം വെള്ളത്തിൽ ലയിപ്പിച്ചു. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സൊല്യൂട്ട് ആരാണ്, സോൾവെന്റ് ആരാണ് എന്ന് കണ്ടെത്താം. ലീനവും ലായകവും കണ്ടെത്താം. ആരാണ് മക്കളെ? നിങ്ങൾ ഓർത്ത് വെക്കുക, ജനറലി നമ്മൾ പറയാ കുറഞ്ഞ അളവിലുള്ള ആളാണ് നമ്മുടെ സൊല്യൂട്ട്, കൂടുതൽ അളവിലുള്ള ആളാണ് നമ്മുടെ സോൾവെന്റ്. ഇങ്ങനെയാണ് നമ്മൾ ജനറലി പറയാ. പക്ഷേ വെള്ളം ഉണ്ടെങ്കിൽ, വാട്ടർ ഉണ്ടെങ്കിൽ, വാട്ടർ വിൽ ഓൾവേസ് ബി ദ സോൾവെന്റ്. വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടോ? അളവ് നോക്കരുത്, വെള്ളമായിരിക്കും നമ്മുടെ ലായകം. അപ്പൊ ഇവിടെ 18 ഗ്രാം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ഇവിടുത്തെ സോൾവെന്റ് വാട്ടർ ആണ്. എ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ സൊല്യൂട്ട്. ഇത് നമുക്ക് മാസ് എഴുതാം. സൊല്യൂട്ടിന്റെ മാസ് 2 ഗ്രാം ആണ്, സോൾവെന്റിന്റെ മാസ് ആണ് 18 ഗ്രാം. ചിലർ എന്ത് ചെയ്യുന്നറിയോ? ഈ 18 ഗ്രാം ആണ് മാസ് ഓഫ് ദി സൊല്യൂഷൻ ആയിട്ട് എടുക്കുക. ലായനിയുടെ അളവായിട്ട് ഈ 18 എടുക്കും. അങ്ങനെയല്ല. എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്? എങ്ങനെയാ മക്കളെ? ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ സൊല്യൂട്ടും ഉണ്ടാകണം, സോൾവെന്റും ഉണ്ടാകണം അല്ലെ. ലീനവും ലായകവും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ലായനി കിട്ടുന്നത്. അപ്പൊ ഇവിടെ 2 ഗ്രാം എന്ന് പറയുന്നത് ലീനത്തിന്റെ മാസ്, ഈ 18 ഗ്രാം എന്ന് പറയുന്നത് ലായനിയുടെ മാസാണോ? അല്ല, 18 ഗ്രാം എന്ന് പറയുന്നത് ഇവിടുത്തെ സോൾവെന്റ് ലായകത്തിന്റെ മാസാണ്. ഇത് രണ്ടും കൂട്ടുമ്പോഴാണ് നമുക്ക് സൊല്യൂഷന്റെ മാസ് കിട്ടുക അല്ലെ. അപ്പൊ 2 + 18 ചെയ്താൽ നമുക്ക് 20 ഗ്രാം എന്ന് വരും. സോ നമുക്ക് ഇവിടെ സൊല്യൂഷന്റെ മാസ് കിട്ടി, സൊല്യൂട്ടിന്റെ മാസ് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. സൊല്യൂട്ടിന്റെ മാസ് 2, സൊല്യൂഷന്റെ മാസ് 20 × 100 എത്ര വരും? 0 വെട്ടിപ്പോ 10%. മക്കളെ ഇത് നിർബന്ധമായിട്ട് ഈ ചോദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, മാസ് പെർസെന്റേജ് കണ്ടെത്താൻ. സോ അടുത്ത ചോദ്യം, ഡിഫൈൻ സോലിബിലിറ്റി. ലേത്വം എന്നാൽ എന്താ ലേത്വം എന്താ മക്കളെ? അതായത് 100 ഗ്രാം സോൾവെന്റിനെ സാച്ചുറേറ്റഡ് ആക്കാൻ എത്ര സൊല്യൂട്ട് വേണം? 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ എത്ര ലീനം വേണം? അതാണ് ലേയത്വം അല്ലെങ്കിൽ സോലിബിലിറ്റി. അല്ലെങ്കിൽ ഒരു 100 ഗ്രാം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ, ഒരു 100 ഗ്രാം പൂരിത ലായനി ഉണ്ടാക്കാൻ എത്ര സൊല്യൂട്ട് വേണം? അതാണ് സോലിബിലിറ്റി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോലിബിലിറ്റിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. മെൻഷൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റി. ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതാം. ആക്ച്വലി സോലിബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് അല്ല, 4 ഫാക്ടേഴ്സ് ഉണ്ട്. സൊല്യൂട്ട്, സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ. ലീനത്തിന്റെ സ്വഭാവം, ലായകത്തിന്റെ സ്വഭാവം, താപനില, മർദ്ദം. ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ സോലിബിലിറ്റി അല്ലെങ്കിൽ ലേയത്വത്തിനെ സ്വാധീനിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സോലിബിലിറ്റി കർവ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, കൊളോയിഡ്, ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? 7 മണിക്കത്തെ മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം മക്കളെ. ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടു എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇനി ഒരുപാട് ചോദ്യങ്ങൾ മക്കളെ. ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഓക്കെ. സോ മക്കളെ, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, നമ്മുടെ കെമിസ്ട്രി പരീക്ഷയിൽ 40-ൽ 40 മേൽക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ യെസ് മിസ് റെഡി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. മാരത്തോൺ നമ്മൾ കത്തിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വൈകിട്ട് കൃത്യം 7 മണിക്ക് കാണാം മക്കളെ. ബൈ.